ഹായ് ഫ്രണ്ട്സ്, Eduplus ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് സെക്കൻഡ് സ്റ്റേജിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് വുമൺ ഫ്രം കേരള വാസ് നോട്ട് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് കൂടെ പഠിച്ചു വയ്ക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമാണ്. ക്യാബിനറ്റ് മിഷൻ 1946 വരുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യ ഭാരതത്തിനായി ഒരു ഭരണഘടന നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഈ അസംബ്ലിയുടെ ദൗത്യം എന്ന് പറയുന്നത്. 1946 ഡിസംബർ 6 ഇത് നിലവിൽ വന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ആകെ 389 അംഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നത്. 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയതോടുകൂടി അവസാനം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്നത് 299 പേരാണ്. 389 പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള അംഗങ്ങൾ പിന്മാറിയതോടുകൂടി 299 അംഗങ്ങളായി മാറി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 11 മണിക്കാണ് ആദ്യത്തെ യോഗം ചേർന്നത്. ഡിസംബർ 23 വരെ ഈ സമ്മേളനം നിലനിന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 207. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 9. 9 വനിതാ അംഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലായിരുന്നു ആദ്യ സമ്മേളന വേദി. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ് ആദ്യമായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആചാര്യ JB കൃപലാനിയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളുടെ എണ്ണം 17. 17 മലയാളികളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നത്. ഈ 17 പേരിൽ 3 പേർ സ്ത്രീകളായിരുന്നു. ആ 3 പേരാണ് ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. ഇവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 17 മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നത്. അതിൽ 3 പേർ സ്ത്രീകളായിരുന്നു: ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. ഭരണഘടന നിർമ്മിക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. ഭരണഘടന നിർമ്മിക്കാനായി 2 വർഷം 11 മാസം 18 ദിവസവുമാണ് എടുത്തത്. ചില ബുക്കുകളിൽ നമുക്ക് 17 എന്ന് കാണാം. 11 സെഷനുകളിലായി 165 ദിവസമാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചത് 11 സെഷനുകളിലായിട്ട് 165 ദിവസമാണ്. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. ഇതാണ് പിന്നീട് ഭരണഘടനയുടെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമായിട്ട് മാറിയത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി മുതൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കാൻ തുടങ്ങി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് പിന്നീട് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി മുതലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ വ്യക്തിയാണ് GV മാവലങ്കർ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ലോകസഭയുടെ ആദ്യ സ്പീക്കറായി കണക്കാക്കുന്നത്.
ഭരണഘടനയുടെ കരട് എഴുതി തയ്യാറാക്കുന്നതിനായി BR അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 23-നാണ് ഇത് നിലവിൽ വന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഭരണഘടനയുടെ കരട് എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അധ്യക്ഷൻ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹത്തെ കൂടാതെ അംഗങ്ങളായ വ്യക്തികളാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, NGS അയ്യങ്കാർ, TT കൃഷ്ണമാചാരി എന്നിവർ. അംഗങ്ങളുടെ പേരുകൂടെ ഓർത്തു വയ്ക്കാം. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, NGS അയ്യങ്കാർ, TT കൃഷ്ണമാചാരി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായിരുന്നു BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവാണ് BN റാവു. 1949 നവംബർ 26-നാണ് ഭരണഘടനയെ അംഗീകരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ആ ദിവസമായ നവംബർ 26-നെ ദേശീയ നിയമദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ദേശീയ നിയമദിനമാണ് നവംബർ 26. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ആ ദിവസമാണ് ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26-ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കാലഹരണപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കാലഹരണപ്പെട്ട ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. ഭരണഘടന പ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റ ഭരണഘടനാ പ്രകാരമുള്ള പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് കീഴിൽ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 22ഓളം കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിൻ്റെ നേതാക്കളും നോക്കാം. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ് 2 കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇത് ഓർത്തു വയ്ക്കാനായി നമുക്ക് ഇങ്ങനെ ഓർക്കാം. രാജഭരണത്തിന് കീഴിൽ രാജാവാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരിക. അതുപോലെ സ്റ്റിയറിംഗ് കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച വഴിക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് കറക്റ്റ് ആക്കുന്നത് ഒരു റൂളായി കണക്കാക്കുക. സ്റ്റിയറിങ്ങിന് റൂൾസും പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, രാജേന്ദ്ര പ്രസാദാണ് തലവൻ. അതുപോലെ പട്ടാഭിഷേകം കഴിഞ്ഞ സീതയും രാമനും ഹൗസിലുണ്ട്, വീട്ടിലുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പട്ടാഭി സീതാരാമയ്യ. അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ തലവൻ KM മുൻഷി. മൗലിക അവകാശ ഉപദേശക സമിതി കമ്മിറ്റിയുടെ തലവൻ സർദാർ പട്ടേലാണ്. ന്യൂനപക്ഷ സമിതിയുടെ ചെയർമാനും സർദാർ പട്ടേലാണ്. പട്ടേൽ എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ന്യൂനപക്ഷമായി അതിനെ കണക്കാക്കാം. പട്ടേൽ എന്ന ന്യൂനപക്ഷത്തിന് മൗലിക അവകാശമുണ്ട് എന്ന് ഓർത്തു വയ്ക്കാം. മൗലിക അവകാശ ഉപദേശക സമിതിയും ന്യൂനപക്ഷ സമിതിയുടെ തലവനും സർദാർ പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് അംബേദ്കർ. ഇതിൽ പലതിനും സബ് കമ്മിറ്റികൾ കൂടെയുണ്ട്. അപ്പോൾ ആ സബ് കമ്മിറ്റിയും അതിൻ്റെ തലവന്മാരും കൂടെ ഒന്ന് നോക്കി പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്